വിശുദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡാൽ തടാകത്തിലേക്കാണ് ഇനി യാത്ര. പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 1775 മീറ്റർ ഉയരത്തിലാണ് മനോഹരമായ ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. മക്ലിയോഡ് ഗഞ്ചിൽ നിന്നും നദിയിലേക്കുള്ള പാതയോരത്താണ് ഇടതൂർന്ന കാടിനു നടുവിലെ ഈ തടാകം. ഡിയോഡാർ എന്നറിയപ്പെടുന്ന ഹിമാലയൻ ദേവദാരു മരങ്ങളാണ് തടാകത്തിനു ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്നത്. മക്ലിയോഡ് ഗഞ്ചിൽ നിന്നും ധർമ്മശാലയിൽ നിന്നും ട്രക്കിംഗ് നടത്തുന്നവരുടെ പ്രമുഖമായ ബേസ് ക്യാമ്പ് കൂടിയാണ് ഡാൽ തടാകം. സെപ്റ്റംബർ മാസത്തിൽ ഡാൽ തടാകക്കരയിൽ ആഘോഷങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ ഇവിടെ എത്തുന്ന വിശ്വാസികൾ ഈ വെള്ളത്തിൽ മുങ്ങി നിവരുന്നു. മഴവെള്ളമാണ് തടാകത്തിലെ ജലത്തിന്റെ മുഖ്യ സ്രോതസ്. തികച്ചും ശാന്തമാണ് ഡാൽ തടാകവും പരിസരങ്ങളും. തടാക തീരത്തുകൂടി നടക്കാൻ ഒരു ഒറ്റയടി പാതയുണ്ട്. ഉയരമേറെയുള്ളതിനാൽ ചുറ്റിനുമുള്ള കുന്നിൻ ചെരുവുകളിലേക്ക് മഞ്ഞ് കിനിഞ്ഞിറങ്ങുന്നത് കാണാം. യാത്ര മക്ലോയിഡ് ഗഞ്ചിൽ തിരിച്ചെത്തിയിരിക്കുന്നു. രാത്രി വൈദ്യുതി ദീപങ്ങൾ തെളിയിച്ച് മക്ലോയിഡ് ഗഞ്ചിലെ വ്യാപാര സ്ഥാപനങ്ങൾ യാത്രികർക്കായി കണ്ണു തുറന്നിരിക്കുകയാണ്. ഏതൊരു വിനോദസഞ്ചാര നഗരത്തെയും പോലുള്ള രാത്രി സൗന്ദര്യമാണ് മക്ലോയിഡ് ഗഞ്ചിനും. ഹിമാചലിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ കാഴ്ചകളുമായി അടുത്തയാഴ്ച.